ശമ്പളം ലഭിക്കുന്നത് EMI അടയ്ക്കാൻ മാത്രമേ തികയുന്നുള്ളൂ. വായ്പാ കെണിയിൽ പെട്ടുകിടക്കുകയാണോ നിങ്ങൾ? ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങളുടെ സാമ്പത്തിക പ്ലാനിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതിയാകും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓരോ മാസവും ഒന്നിലേറെ EMIകൾ ഉണ്ടെങ്കിൽ ആദ്യം ഈ കടങ്ങൾ ക്രോഡീകരിക്കുക. കുറഞ്ഞ പലിശയുള്ള ഒരു ലോൺ എടുത്ത് ഒന്നിലേറെ ലോണുകൾ ക്ലോസ് ചെയ്യാം. ഇതുവഴി EMIയുടെ വലിയൊരു ബാധ്യത ഒഴിവാക്കാനാകും. ബോണസ്, ടാക്സ് റീഫണ്ട്, ഇൻസെന്റീവ് തുടങ്ങിയ അധിക വരുമാനം നേരിട്ട് EMI അടയ്ക്കാൻ ഉപയോഗിക്കുക. ഇതിലൂടെ കടം വേഗത്തിൽ തീർക്കാം. ഉയർന്ന പലിശ കൊടുക്കേണ്ടുന്ന കടങ്ങൾ ആദ്യം തീർക്കുക. പലരും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കാണുന്ന ഓഫറുകൾക്ക് മുന്നിൽ അനാവശ്യമായ ചെലവുകൾ വരുത്തി വെക്കുകയാണ്. ഇതിന് തടയിട്ടാൽ ഒരു പരിധിവരെ സേഫ് ആകാം. ഓരോ മാസവും വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നത് അനാവശ്യ വാങ്ങിക്കൂട്ടലുകളിൽ നിന്ന് ഒഴിവാക്കാൻ സഹായിക്കും. ഫ്രീലാൻസ് ജോലികൾ, ഹോം ബിസിനസ്, പാർട്ട് ടൈം ജോലികൾ എന്നിവയിൽ നിന്ന് കിട്ടുന്ന പണം കടം തീർക്കാൻ ഉപയോഗിക്കുക. ആവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുതുതായി കടം വാങ്ങുക. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന് കരുതി അനാവശ്യ കടങ്ങൾ വരുത്തി വെക്കുന്നത് നല്ല പ്രവണതയല്ല. വായ്പാ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ഏത് രീതിയാണ് ഫോളോ ചെയ്യുന്നത്? കമന്റ് ചെയ്യൂ.